ആന്ധ്രാപ്രദേശിലെ ശിവംപേട്ട മണ്ഡലത്തിലെ ശാന്തമായ ഗ്രാമം. ഇവിടെ നിന്നാണ് പുറത്തു വന്നത് രാജ്യത്തെ നടുക്കിയ കൊലപാതക കഥ. 2 വയസ്സുകാരിയുടെ മൃതദേഹം സ്വന്തം അമ്മ തന്നെയാണ് കുഴിച്ചു മൂടിയത് എന്ന വാർത്ത നാട്ടുകാരെ പോലും ഞെട്ടലിലാഴ്ത്തി. മെയ് 27-ന് ഭർത്താവ് രാജു പോലീസിൽ പരാതി നൽകി. ഭാര്യ മമതയും 2 വയസ്സുകാരിയായ മകളെയും കാണാതായെന്നായിരുന്നു പരാതി. പോലീസും നാട്ടുകാരും അന്വേഷിച്ചെങ്കിലും മമതയുടെ ഫോണിന്റെ സിഗ്നൽ പോലും ട്രേസ് ചെയ്യാനായില്ല. സമയം കടന്നുപോയപ്പോൾ പ്രതീക്ഷകൾ ഓരോന്നായി അവസാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയെങ്കിലും അവരുടെ അന്വേഷണത്തിന് ഫലം കണ്ടില്ല. ഭർത്താവിന്റെ അറിവില്ലാതെ 23-കാരിയായ മമത ഷെയ്ഖ് ഫയാസ് എന്ന യുവാവുമായി രഹസ്യമായി ബന്ധം പുലർത്തി വന്നിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ അവരുടെ മോഹങ്ങൾക്ക് തടസ്സമായി. അതോടെ അവർ എടുത്തത് ഏറ്റവും ഭീകരമായ ഒരു തീരുമാനം. ജൂൺ 4-ാം തീയതി സ്വന്തം മകളെ അമ്മ തന്നെയാണ് ശ്വാസം മുട്ടിച്ചു കൊന്നത്. കണ്ണുകളിൽ ഒരു തുള്ളി കരുണ പോലും ഇല്ലാതെ സ്വന്തം മകളെ അവൾ ശ്വാസം മുട്ടിച്ചു കൊന്നു. കുഞ്ഞിന്റെ കരച്ചിൽ അവസാനിച്ചു. എന്നാൽ ഗ്രാമത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു അത്. മരണത്തിന്റെ സാക്ഷ്യം ആരും കാണരുതെന്ന് അവർ ഉറപ്പാക്കി. അഴുക്കുചാലിന്റെ അരികിൽ കുഴിയെടുത്ത് കുഞ്ഞിന്റെ ശരീരം മണ്ണിനടിയിൽ മറച്ചു. ഒരമ്മയുടെ കുറ്റം ഒരാളും കാണാത്ത രാത്രിയിലെ ഇരുട്ടിൽ മറച്ചു വെക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ സത്യം എന്നും മണ്ണിനടിയെ മറഞ്ഞു കിടക്കില്ല. കാഴ്ചകൾ പിന്നിട്ടു. അന്വേഷണത്തിനൊരു ഫലവും കണ്ടില്ല. എന്നാൽ പോലീസിന്റെ കണ്ണുകൾ എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഗ്രാമത്തിൽ പ്രചരിച്ച ചെറിയൊരു വിവരം പോലും അവർ അവഗണിച്ചില്ല. സെപ്റ്റംബർ ആദ്യവാരം ആന്ധ്രാപ്രദേശിലെ സരസറോപേട്ടെ പോലീസിന്റെ ക്യാമറയിൽ പതിഞ്ഞ ഒരു ദൃശ്യമാണ് കേസിന് വഴിത്തിരിവായത്. സ്ക്രീനിൽ വ്യക്തമായി കണ്ടത് മമതയും അവളുടെ കാമുകനായ ഫയാസിനെയും. മാസങ്ങളായി അന്വേഷിച്ച മുഖങ്ങൾ ഒടുവിൽ നമ്മുടെ നിയമത്തിന് മുന്നിൽ വ്യക്തമാക്കപ്പെട്ടു. ഇരുവരും പോലീസിന്റെ പിടിയിലായി. മമതയും ഫയാസിനെയും നാട്ടിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിന് ഇരുവരെയും ഇരുത്തിയപ്പോൾ ആദ്യം അവൾ മിണ്ടാതിരുന്നു. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം, തെളിവുകൾ, സാക്ഷികൾ എല്ലാം എതിരായിരുന്നു എന്നവൾക്ക് മനസ്സിലായി. ഒടുവിൽ അവൾ കണ്ണീരോടെ പൊട്ടിത്തെറിച്ചു. അതെ, എന്റെ സ്വന്തം മകളെയാണ് ഞാൻ കൊന്നത്. ഒരു കുഞ്ഞിന്റെ വിലാപം, ഒരമ്മയുടെ മോഹം ചേർന്നൊരുക്കിയ കഥ. മനുഷ്യ മനസ്സിനെ നടക്കുന്നൊരു ദുരന്തമായി ഇന്നും ഷബാസ് പള്ളിയിലെ അഴുക്കുചാലിന്റെ അരികിലൂടെ കടന്നു പോകുന്നവർ ആ മണ്ണിനടിയിലെ കഥ ഓർക്കാതെ പോകുന്നില്ല. മാതൃത്വം പോലും മോഹത്തിന്റെ പിടിയിൽ തോറ്റപ്പോൾ ഒരമ്മയുടെ പേര് ചരിത്രത്തിൽ കൊലപാതകിയായി പതിഞ്ഞു. ഇതുപോലെ സമൂഹത്തിനെ നടക്കിയ കുറ്റകൃത്യങ്ങളുടെ കഥകൾ കേൾക്കാനും സമൂഹത്തിൽ നടക്കുന്ന മറ്റു പല ക്രൈം സ്റ്റോറിയെ പറ്റി അറിയാനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.